ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധിയാണെങ്കിൽ കുട്ടിച്ച് ലെക്ക് കെട്ട് വന്ന് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ സുധി പറയണം, എൻ്റെ അമ്മ എവിടെ, എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നീ എന്തിനാണ് നിൻ്റെ അമ്മയെ തന്നെ തിരക്കുന്നത്? അപ്പോൾ ഞങ്ങൾ ആരും അല്ലേ, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇല്ല, എന്നെ സ്നേഹിക്കുന്നില്ല, നിങ്ങൾ ആരും എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ അമ്മ മാത്രമേ എന്നെ സ്നേഹിക്കുന്നുള്ളൂ, എൻ്റെ ഏതൊരു കാര്യത്തിനും എൻ്റെ അമ്മ മാത്രമേ എൻ്റെ കൂടെ നിൽക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അമ്മയെ ചോദിച്ചത്, എൻ്റെ അമ്മ എവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ കിടന്ന് പൊട്ടിക്കറിയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രവിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. വീണ്ടും സുധി ഇങ്ങനെ കരയുകയാണ്. അച്ഛാ, എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട് അച്ഛൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എണീക്കാനായിട്ട് ശ്രമിക്കണം. എടാ സച്ചി, എന്നെ ഒന്ന് എണീപ്പിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ സച്ചി ആണെങ്കിൽ എണീപ്പിച്ച് കൊടുക്കുകയും ചെയ്യണം. അപ്പോഴേക്കും ഈ രവിയുടെ കാലിൻ്റെ അടുത്ത് പോയിരുന്നുണ്ട്. അച്ഛാ, അച്ഛൻ എന്നോട് ക്ഷമിക്കണം അച്ഛാ, അച്ഛനോട് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, അച്ഛനെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, അതിനെല്ലാം എനിക്ക് ശിക്ഷ കിട്ടി അച്ഛാ. അവളെന്നെ ചതിച്ചില്ലേ, അവളെന്നെ ചതിച്ചിട്ട് പോയില്ലേ, ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചായിരുന്നു, പക്ഷേ അവൾ എന്നോട് ഇങ്ങനെ വലിയൊരു ചതി ചെയ്യുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അച്ഛാ. അതെന്താണെന്നറിയാവോ അവൾ എന്നോട് ചതി ചെയ്തത്? ഞാൻ അച്ഛനോട് ചെയ്ത ദ്രോഹത്തിനാ. അച്ഛനെ ഞാൻ വേദനിപ്പിച്ചിട്ടില്ലേ? അച്ഛൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ അനുസരിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാ ദൈവം എനിക്ക് തന്ന ശിക്ഷ ഇത്. ഞാനിപ്പോൾ കിടന്ന് കരയുന്നത് കണ്ടില്ല അച്ഛാ, എനിക്ക് എല്ലാം കൊണ്ട് നഷ്ടമല്ല സംഭവിച്ചത് അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് കരയുക. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിയാണെങ്കിൽ സുധി, നീ ഇവിടെ നിൽക്കണം, പോയി കിടന്ന് ഉറങ്ങാനായിട്ട് നോക്കും. വേണ്ട, എനിക്ക് ഉറങ്ങണ്ട, എനിക്ക് എൻ്റെ അച്ഛനോട് ഒരുപാട് സംസാരിക്കണം, ഞാൻ എൻ്റെ അച്ഛനോട് ഒരുപാട് തെറ്റ് ചെയ്തു, അതുകൊണ്ടാണ് ദൈവം എനിക്ക് ശിക്ഷ തന്നതേ എന്നും പറഞ്ഞുകൊണ്ട് എന്നെ അവൾ ചതിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് കരയുക. അപ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ പതുക്കെ സുധിയെ പിടിച്ചുകൊണ്ട് പോയി നേരെ ബെഡ്റൂമിലേക്ക് കൊണ്ടുവരികയാണ്. ബെഡ്റൂമിലേക്ക് കൊണ്ടുവരേണ്ട സച്ചി, കണ്ടോടാ എടാ, നിനക്കറിയാലോ ഞാൻ അവളെ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടെന്ന്, എന്നിട്ട് എന്തിനാണ് അവൾ എന്നോട് ഈ ചതി ചെയ്തത്? എന്നോട് മാത്രം ഇങ്ങനെ ഒരു ചതി ചെയ്ത അവൾക്ക് എങ്ങനെ തോന്നി? സുധി, ഇപ്പം അതൊന്നും ആലോചിക്കണ്ട, എല്ലാം ശരിയാവൂടാ, എല്ലാം ശരിയാകുമെന്ന്. എന്ത് ശരിയാകാനായിട്ട് പോകുന്നു? ഒന്നും ശരിയാവില്ല, ഒരിടത്തും ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധിയാണെങ്കിൽ അവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങാം. അപ്പോൾ വീണ്ടും ഇങ്ങനെ വിറച്ച് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിയാണെങ്കിൽ പുതപ്പൊക്കെ പുതപ്പിച്ചിട്ട് ഈ സമാധാനത്തോടെ തലോടിയൊക്കെ ഇട്ട് നേരെ സച്ചി അവിടെ നിന്ന് പോവാണ്. സച്ചിക്ക് ഭയങ്കര സങ്കടം തോന്നി, തൻ്റെ ചേട്ടന് ഇങ്ങനൊരവസ്ഥ വന്നല്ലോ എന്നൊക്കെ ആലോചിച്ച് സച്ചിക്ക് ഭയങ്കര സങ്കടമാണ്. അങ്ങനെ സച്ചി നേരെ ഇറങ്ങിച്ചെന്ന് അച്ഛനോട് കാര്യങ്ങളും പറയാം. അച്ഛൻ ഇതിങ്ങനെ പോയാൽ ശരിയാവും അച്ഛൻ എന്ന് ചോദിച്ചപ്പോഴേക്കും ശരിയാവില്ല, കാരണം അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ശ്രുതിയുണ്ട്, ശ്രുതിയോടുള്ള സ്നേഹമുണ്ട്, നമുക്കത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാനൊന്നും പറ്റിയൊന്നുമില്ല. ഏതായാലും ചന്ദ്ര ഇങ്ങോട്ട് വരട്ടെ. അങ്ങനെയല്ല സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചന്ദ്രയുടെ വരവ്. അപ്പോൾ ചന്ദ്ര വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, ചന്ദ്ര നീ അവിടെ നിന്ന് എവിടെ പോയിരിക്കുകയായിരുന്നു? ഞാൻ ചില കാര്യങ്ങളിൽ വേണ്ടി പോയതാ. അതെ, നീ ചില കാര്യങ്ങൾക്ക് തീരുമാനം എടുത്തേ മതിയാവുള്ളൂ. അതെ, തീരുമാനിക്കണമല്ലോ, തീരുമാനം എടുത്തല്ലോ, ഇനി അത് നടപ്പിലാക്കണം. അതിനുവേണ്ടി തയ്യാറെടുത്ത് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്ത് നടപ്പിലാക്കണമെന്നാ? നീ സുധിയുടെ അവസ്ഥ ഇന്ന് കണ്ടായിരുന്നോ? സുധി ഏത് കോലത്തിലാണ് വന്നെന്ന് കണ്ടായിരുന്നോ? സുധിക്ക് ഭയങ്കര സങ്കടമാണ് അവൾ പോയതിൽ. പിന്നെ അവൾ പോയതിൽ സങ്കടം, അവൾ പോയതിൽ ഒരു സങ്കടവുമില്ല. അതെന്നോട് പറഞ്ഞതുമാണ്. എങ്കിലേ നീ ആ റൂമിൽ പോയൊന്ന് നോക്ക്. ഇന്നേ വരെ കാണാത്തൊരവസ്ഥയാണ് ഇപ്പോൾ സുധിക്ക് ഉണ്ടായിരിക്കുന്നത്. കുടിച്ച് ലെക്ക് കെട്ട് നിന്റെ മകൻ ബോധമില്ലാതെ റൂമിൽ കിടക്കുകയാണ്. ഇത് കേട്ട് ചന്ദ്ര പേടിച്ചു പോണേ. എന്താ ബോധമില്ലാതെയാ? അതെ, ബോധമില്ലാത്തൊരവസ്ഥയിലാ നിന്റെ മകൻ കിടക്കുന്നത്. അതെ, ശ്രുതിയോടുള്ള അടങ്ങാത്ത അവൻ്റെ സ്നേഹം കൊണ്ടാ തനിക്ക് നഷ്ടം സംഭവിച്ചു, തനിക്ക് തൻ്റെ ജീവിതം ഇനി തിരിച്ചു കിട്ടില്ല എന്നൊക്കെ ആലോചിച്ചിട്ടാ ശ്രുതിക്ക് അങ്ങനെയെല്ലാം സംഭവിച്ചത്. ഇല്ല, ഒരിക്കലും എൻ്റെ മോൻ അങ്ങനെ സംഭവിക്കില്ല, എൻ്റെ മോൻ എനിക്കറിയാം, മനസ്സിലായോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ നേരെ ശ്രുതിയുടെ റൂമിലേക്ക് ചെല്ലുക. അപ്പം ഇങ്ങനെ ബോധം കെട്ടൊരവസ്ഥ കിടക്കുക. മോനെ ശ്രുതി, അമ്മ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നീ ശ്രുതി പോയത് കൊണ്ടാണോ കുടിച്ചത്? എനിക്കറിയാം നീ ശ്രുതി പോയത് കൊണ്ടൊന്നും അല്ല കുടിച്ചതെന്ന്, നിന്റെ മനോവിഷമം കൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പക്ഷേ നീ ആ സച്ചിയെ പോലെ ആവരുത്, അവനായിരുന്നു ഇവിടുത്തെ കുടികാരൻ, നീ അങ്ങനെ ആയി പോകരുത്. എടാ, നിനക്ക് ഇതല്ലെങ്കിൽ നല്ലൊരു പെണ്ണിനെ കിട്ടുമോടാ, നല്ലൊരു പെണ്ണിനെ നോക്കി അമ്മ കല്യാണം കഴിപ്പിച്ച് തരും. ഒരു പണക്കാരിയെ പെണ്ണിനെ നോക്കി തന്നെ വേണം എൻ്റെ മകനെ കൊണ്ട് എനിക്ക് കല്യാണം കഴിപ്പിക്കാൻ. നിനക്ക് നഷ്ടപ്പെട്ടു പോയ ജീവിതമൊക്കെ നിനക്ക് തിരിച്ചു കിട്ടും മോനെ. നീ ആ കാര്യത്തെക്കുറിച്ച് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. അമ്മ പറയുന്ന മോൻ വല്ലതും കേൾക്കുന്നുണ്ടോ? അപ്പോൾ ഈ ശ്രുതിയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് കിടന്ന് മൂളുന്നുണ്ട്, ഒന്നും കേട്ടിട്ടുമില്ല. അങ്ങനെ ചന്ദ്ര അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് എല്ലാവരോടും പറയുകയാണ്, എൻ്റെ മോൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് എനിക്കറിയാം. എടാ സച്ചി, നിന്നെ പോലെ കുടികാരനായിട്ട് എൻ്റെ മോനെ ഞാൻ ചിത്രീകരിച്ചിട്ടില്ല, അവനങ്ങനെ ആവില്ല. ചിലപ്പോൾ അവൻ്റെ മനോവിഷമം കൊണ്ടായിരിക്കും അവരെല്ലാം അങ്ങനെ ചെയ്തത്. അവന് നഷ്ടം സംഭവിച്ചു പോയല്ലോ, ഒരു പെണ്ണ് തന്നെ പറ്റിച്ചല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടായിരിക്കും. പക്ഷേ എൻ്റെ മോൻ ഇങ്ങനെ വിടാനായിട്ട് തീരുമാനിച്ചിട്ടില്ല. ഒരിക്കലും ആ ശ്രുതിയെ, ആ പെരിങ്കള്ളിയെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ വീണ്ടും ക്ഷണിക്കില്ല.
അവളെ ഞാൻ അടിച്ച് പുറത്താക്കിയത് തന്നെയാ. ഇനി ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പ്രശ്നമില്ല. അതിന് ആരെങ്കിലും മുൻകൈയെടുത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കാനും പോകുന്നില്ല എന്നൊക്കെ ചന്ദ്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവുവിനെയാണ്. അപ്പോൾ ദേവ് ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ അരുൺ വരികയാണ്. അപ്പോൾ അരുണാണെങ്കിൽ ദേവ് എന്ന് പറഞ്ഞുകൊണ്ട്, ഇതെന്താ അരുണേട്ടൻ എവിടെ? ഞാൻ തന്നെ കാണാൻ വേണ്ടി വന്നല്ലേ, പിന്നെ അല്ലാതെ എങ്ങനെയാ? ആഹോ, എന്നെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഡ്യൂട്ടിക്കൊന്നും കയറിയില്ലേ? ഡ്യൂട്ടിയൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ പ്രണയിക്കുന്ന പെണ്ണിനെ എനിക്ക് കാണണ്ടേ. എടോ, എപ്പോഴാണെന്നേ തൻ്റെ അമ്മയുടെ അടുത്ത് പോയി ഒന്ന് സംസാരിക്കുന്നത്? അതൊക്കെ സമയമാവട്ടെ, അതിന് ശേഷം പറയാം. അതെ, അരുണേട്ടൻ പെട്ടെന്ന് പൊയ്ക്കോ, അല്ലെങ്കിൽ എൻ്റെ ചേട്ടനോ എൻ്റെ ചേച്ചിയോ എല്ലാം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകും. ഓ പിന്നെ എന്ത് പ്രശ്നമാകാൻ? അവർ സത്യങ്ങളെല്ലാം അറിയട്ടെ, അപ്പോൾ കാര്യങ്ങളെല്ലാം എളുപ്പമായല്ലോ. എന്ത് പ്രശ്നമാവാനാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അങ്ങനെയാണെങ്കിലേ നമ്മളെ പിടിച്ച് പെട്ടെന്ന് കെട്ടിക്കും. അങ്ങനെ കെട്ടിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് ആരുടെയും മുന്നിൽ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, ചേട്ടൻ്റെയും ചേച്ചിയുടെയും വീട് എവിടെയാണ്? ഞാൻ അവിടെ പോയൊന്ന് സംസാരിക്കാന്നേ. എൻ്റെ പൊന്നോ, വേണ്ട അരുണേട്ടാ, ഇപ്പം സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താ, ചേട്ടനും ചേട്ടത്തിയൊക്കെ ഭയങ്കര ദുഷ്ടത്തികളാണെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കേ അവർ പാവങ്ങളാ. എനിക്ക് എൻ്റെ അമ്മയെ പോലെ തന്നെയാണ് എൻ്റെ ചേച്ചി, എൻ്റെ അച്ഛനെ പോലെ തന്നെയാണ് ചേട്ടൻ. എൻ്റെ കാര്യത്തിന് ഏത് കാര്യത്തിന് അവർ കൂട്ടു നിൽക്കും. നല്ല കാര്യമാണെങ്കിൽ അവർ ഉറപ്പായിട്ട് എനിക്ക് നടത്തി തരികയും ചെയ്യും. അതിനെക്കുറിച്ച് ഓർത്തൊന്നും എനിക്കൊരു ടെൻഷനില്ല. എങ്കിൽ പിന്നെ ചെയ്യടോ. എനിക്കാണെങ്കിലേ തന്നെ കല്യാണം കഴിക്കേണ്ട ഒരു സമാധാനമില്ല. ഞാൻ എൻ്റെ അമ്മയെ സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മയ്ക്ക് തന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് അങ്ങോട്ട് വരണേ. തീർച്ചയായിട്ടും ഞാൻ വരാറുണ്ടേട്ടാ. അരുണേട്ടൻ ഇപ്പോൾ പോകാൻ നോക്ക്. ഇവിടെ വഴി എന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാവും. അരുണേട്ടൻ പോ എന്ന് പറഞ്ഞുകൊണ്ട് അരുണെ പറഞ്ഞു വിടുകയാണ്. പിന്നീട് കാണിക്കുന്നത് സുധിയാണ്. അപ്പോൾ സുധിക്ക് ചെറിയൊരു ബോധമൊക്കെ വന്നു. സുധി അവിടെ നിന്ന് ചാടി എണീക്കുകയാണ്. എൻ്റെ ദൈവമേ, ഞാൻ കുടിച്ച് ലെക്ക് കിട്ടല്ലേ? എന്തൊക്കെയാ ഇന്നലെ പറഞ്ഞത്? എനിക്കൊരു ഓർമ്മയും കിട്ടുന്നില്ലല്ലോ. ആകെ വഷളായെന്ന് തോന്നുന്നു. ചുമ്മാ നാറ്റ കേസ്. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അച്ഛനോട് ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്? ഞാൻ അമ്മയെക്കുറിച്ച് എന്താ പറഞ്ഞത്? ശ്രുതിയെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഒന്നും ഓർമ്മ കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധി നേരെ ആ ബാൽക്കണിയിലേക്ക് വരുമ്പോൾ സച്ചി അവിടെ ഇരിക്കുന്നുണ്ട്. സച്ചിയുടെ അടുത്തേക്ക് രേവതി ചായയും കൊണ്ട് വരിക. അപ്പോൾ ചായ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും സച്ചിയേട്ടാ, ഒരു കണക്കിന് നിങ്ങളുടെ ഏട്ടനൊരു പാവമാണ്. കാരണം ഇന്നലെ ഏട്ടൻ അങ്ങനെ കുടിച്ചുകൊണ്ട് വന്നത് ശ്രുതിയെക്കുറിച്ചുള്ള മനോവിഷമം കാരണം തന്നെയാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? ശ്രുതി ആ ഒരു വലിയൊരു ചതി ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ ഏട്ടന് സഹിക്കാനായിട്ട് പറ്റിയില്ല സച്ചിയേട്ടാ. അതുകൊണ്ടാ അങ്ങനെയെല്ലാം കാണിച്ചു കൂട്ടിയത്. പക്ഷേ എന്നാലും അവൾ ചെയ്ത് തെറ്റ് മറക്കാനായിട്ട് പറ്റുമോ രേവതി? അത് മറക്കാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏട്ടൻ പഴയതുപോലെ തന്നെ ആവും. എന്താ അപ്പോൾ ശ്രുതി ജീവിതത്തിൽ നിന്ന് പോയാൽ പഴയതുപോലെ ആവുമെന്നാണ്? അതേന്നേ. ഇപ്പോൾ നിങ്ങളുടെ ഏട്ടൻ ഒരു ഷോറൂമിൻ്റെ ഓണറാണ്. അത്യാവശ്യം ജീവിക്കാനുള്ള പൈസയൊക്കെ കിട്ടുന്നുണ്ട്. അതിനുള്ള കാരണക്കാരി ആരാണ്? അത് ശ്രുതിയല്ലേ. ശ്രുതി കാരണമല്ലേ ഇപ്പോൾ വലിയൊരു ഷോറൂമിൻ്റെ മുതലാളിയായിട്ട് ഇരിക്കാനുള്ള കാരണം. അല്ലായിരുന്നെങ്കിലോ എന്താകുമായിരുന്നു ശ്രുതി? ഇതേപോലെ തേരാപ്പാരെ നടന്ന് ജോലിയില്ലാതെ വല്ല പാർക്കിലും പോയി കിടന്നുറങ്ങി അങ്ങനെ അടക്കമുള്ളൂ. പിന്നെ ശ്രുതിയെ പോലൊരു നല്ല പെൺകുട്ടിയെ കിട്ടിയത് അത് നിങ്ങളുടെ ഏട്ടൻ്റെ ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ആ ഭാഗ്യത്തെ തട്ടിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. ശ്രുതി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ തന്നെ ആവും. പിന്നെ നിങ്ങളുടെ ഏട്ടൻ്റെ സ്വഭാവം അനുസരിച്ച് ഏതെങ്കിലും പെണ്ണ് കെട്ടാനായിട്ട് വരുമോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ. അപ്പോഴാണെങ്കിൽ നമ്മുടെ സച്ചിയാണെങ്കിൽ അത് ശരിയാണ്, അവൻ്റെ അമ്മ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ, അവനൊരു മണ്ടനാണ്. ഇത് കേട്ട ശ്രുതിക്ക് സഹിക്കാൻ പറ്റിയില്ല. ശ്രുതി അവിടെ നിന്നിട്ട് എടാ എന്ന് വിളിച്ചുകൊണ്ട് ചാടി ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. നീ എന്താ പറഞ്ഞത്? ഞാനൊരു മണ്ടനാണെന്നല്ലേ? അയ്യടാ, എന്തൊക്കെ പറഞ്ഞു കൂട്ടിയത്? എനിക്ക് ഞാൻ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് പെണ്ണിനെ കിട്ടില്ല, ശ്രുതിയെ കിട്ടില്ലായിരുന്നെങ്കിൽ എന്നെ വേറൊരു പെണ്ണും കെട്ടാനായിട്ട് വല്ല എടാ എനിക്ക് 7 ഡിഗ്രി ഉണ്ടറാ. എനിക്ക് നല്ല വിദ്യാഭ്യാസവും വിവരമൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് എൻ്റെ പുറകിലെ പെണ്ണുങ്ങൾ ക്യൂ നിൽക്കും. അത് നിനക്ക് അറിയാവോ? ഇത് കേട്ട നമ്മുടെ സച്ചിയാണെങ്കിൽ ചിരിച്ച് മണ്ണ് കാപ്പി. എൻ്റെ പൊന്ന് ശ്രുതി, നീ എന്നെ ചിരിപ്പിച്ച് കൊല്ലല്ലേ. എൻ്റെ പൊന്നേട്ടാ, നീ എന്നെ ചിരിപ്പിച്ച് കൊല്ലുമല്ലോ. എനിക്ക് മതിയായി ഇത് കേട്ട്. എടാ, നീ കളിയാക്കുകയാണെന്ന് അറിയാം. നിന്റെ ഭാര്യ എന്താടാ പറഞ്ഞത്? അവള് കാരണമാണ് എനിക്ക് വലിയൊരു ഭാഗ്യം ഉണ്ടായത്. അവളില്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങും എത്തില്ലായിരുന്നു. അയ്യോ, ശ്രുതിയെ പോലെ ഉള്ള പെൺകുട്ടിയെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണെന്നൊക്കെ അല്ലേ? എടാ മിണ്ടാതിരിക്കടാ, കൂടുതലും സംസാരിക്കാൻ നിൽക്കല്ലേടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചന്ദ്ര വരികയാണ്. ചന്ദ്ര വന്നിട്ട് എടാ ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. നീ എന്താണ് ഇന്നലെ കുടിച്ചിട്ട് വന്നത് എന്നും പറഞ്ഞുകൊണ്ട് കുറേ അങ്ങോട്ട് തല്ലുകയാണ്. നീ എന്തിനാണ് ഇന്നലെ കുടിച്ചുകൊണ്ട് വന്നത്? നീ ഈ സച്ചിയെ പോലെ ആകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണോടാ എന്നും പറഞ്ഞുകൊണ്ട് അടിയോടെ അടി. അപ്പോഴേക്ക് രവി വന്നിട്ട് ചന്ദ്രേ നിർത്തി, ചന്ദ്രേ നീ എന്ത് പരിപാടി കാണിക്കുന്നതെന്ന് ചോദിക്കണം. ഇവനിട്ട് കൊടുക്കണം. ഇവനെല്ലാം കുടിച്ചിട്ട് വന്ന കണ്ടില്ലേ?
അവൻ കുടിച്ചിട്ട് വന്ന എൻ്റെ കാരണമല്ലേ ചോദിക്കേണ്ടത്. ഇങ്ങനെ കുടിച്ചിട്ട് വന്നിട്ടുണ്ടോ അവൻ? അപ്പം അവൻ്റെ മനസ്സിൽ അത്രയ്ക്കും വിഷമം ഉണ്ടാവും. അതുകൊണ്ടാണ് അവൻ ഇന്നലെ കുടിച്ചിട്ട് വന്നത്. അതിന് ഇങ്ങനെ മുതിർന്ന ഒരു ചെറുക്കനെ തല്ലുകയാണ് വേണ്ടത്. അവൻ അവൻ്റെ വഴിക്ക് വിട് ചന്ദ്രേ. നീ എന്തിനാണ് അവനെ കൺട്രോളിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? അവൻ അവൻ്റെതായ ഇഷ്ടമുണ്ട്. ഇല്ല, അവന് ശ്രുതിയെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല. അവൻ്റെ മനസ്സിൽ ശ്രുതി എന്ന് പറഞ്ഞൊരു വ്യക്തി പോലും ഇല്ല എന്ന് നിന്നോട് പറഞ്ഞോന്നാ ചോദിച്ചത്. അവൻ്റെ മനസ്സിൽ എന്താണെന്ന് നിന്നോട് പറഞ്ഞോ? അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കണം, പറയടാ, നിനക്ക് ശ്രുതിയെ ഇഷ്ടമാണോ? ശ്രുതിയെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി അവിടെ ഒന്നും മിണ്ടുന്നില്ല. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.